പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആഗോള കത്തോലിക്ക സഭ ഇന്ന് ക്രിസ്തുരാജന്റെ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുനാഥൻ രാജാവാണെന്ന് നമ്മളിന്ന് എല്ലാവരും വിളിച്ചു പറയുകയാണ്. നൽകുവാൻ കഴിയാതെ പോയ സ്നേഹവും കൊടുക്കാതെ പോയ പരിഗണനയും കാണിക്കാതെ പോയ കാരുണ്യവും ഒരു ജീവിതസന്ധിയിൽ നമ്മളെ വേദനിപ്പിക്കുന്നത് ഉറപ്പ് തന്നെയാണ്. ചില മനുഷ്യർ നമ്മളോട് വിട പറഞ്ഞ് നമ്മളിൽ നിന്നൊക്കെ മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമ്മളെയൊക്കെ അവർ ഇടയ്ക്ക് സന്ദർശിക്കുമായിരുന്നു. പക്ഷെ സന്ദർശനം പലപ്പോഴുമൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നില്ല. അവരിലൂടെ ദൈവം തന്നെയാണ് നമ്മളെ സന്ദർശിച്ചത്. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുക്കാറില്ല. അവരുടെ മരണശേഷം നമ്മൾ തിരിച്ചറിയുകയാണ് അവരിലൂടെ ദൈവം തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നതെന്ന്. തീർച്ചയായിട്ടും സുവിശേഷ ഭാഗത്ത് കർത്താവ് പറയുകയാണ്, ഈ എളിയ ദാസനോട്, എളിയ സഹോദരനോട് നിങ്ങൾ ചെയ്തതെല്ലാം എന്നോട് തന്നെയാണ് ചെയ്തതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാരുണ്യവും ധൈര്യവും ഒക്കെ പ്രദർശിപ്പിക്കേണ്ടത് നമ്മോട് കൂടെയുള്ള വ്യക്തികളോടാണ്. സ്നേഹവും കാരുണ്യവും ദയയും ഒക്കെ ആവോളം മറ്റുള്ളവർ കൊടുക്കുവാനും ക്രിസ്തുനാഥൻ സമാധാനത്തിൻ്റെ രാജാവാണെന്ന് തിരിച്ചറിയുവാനും പ്രത്യേകം ശ്രമിക്കുകയും ചെയ്യാം. പ്രിയ സഹോദരങ്ങളിൽ, നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപത്തോടുകൂടി ഈ ദിവ്യബലിയിൽ നമുക്ക് പങ്കെടുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാക്കന്മാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ. ആമേൻ. അങ്ങയെ ഞങ്ങൾ
പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിൻ്റെയും രാജനായ അങ്ങ് പ്രിയപുത്രനിൽ സമസ്തവും ക്രമവൽക്കരിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്നും മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങയെ വാഴ്ത്തി പുകഴ്ത്തുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറുനിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിനും മധ്യേയും മുട്ടാടിനും കോലാടിൻ മുട്ടനും മധ്യേയും വിധി നടത്തും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാനം ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയാവും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടത് തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ ശാസനമായ രാജ്യം അനുഗ്രഹീതം. Hallelujah, hallelujah.
മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരുടെ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്പരിയാടുകളെ കോലാളുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്പരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ കുടിപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങളിൽ നിന്നും അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ സന്ദർശിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നരോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്തിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സഭ ക്രിസ്തു രാജ്യ തിരുനാൾ ആഘോഷിക്കുകയാണ്. അവന്റെ രാജ്യത്തിൽ ഒരു ജാലകം തുറന്നിട്ട് ആ രാജ്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്ന ഒരവസരം കൂടിയാണ്. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. 1925 പയസ് 11 മാർപ്പാപ്പയാണ്. അന്ന് മുതലാണ് ഈ തിരുനാൾ സഭയിൽ ആഘോഷിക്കുവാനായിട്ട് ആരംഭിച്ചത്. ഇതിന് കാരണം ഇതാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അസമാധാനവും നിരീശ്വരവാദവും അസ്ഥിരതയും ഈ ലോകത്ത് ശക്തിപ്പെടുന്ന സമയത്ത് എല്ലാ തിന്മകൾക്കും അതീതമായിട്ട് ക്രിസ്തു ഈ ലോകത്തെ നയിക്കുമെന്നും യേശുവാണ് ലോകത്തെ രാജാവെന്നും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അവസരം കൂടിയായിരുന്നു അത്. സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടു, കർത്താവ് ചെമ്പരിയാടുകളെയും കോലാടുകളെയും തന്നെ ഇടതും വലതുമായി നിർത്തുകയും അവരെ വിധിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കെല്ലാവർക്കും ഒരു അന്ത്യവിധിയുണ്ട്. നമ്മുടെ മരണശേഷം ഒരു അവസാന വിധിയുണ്ട്, സ്വർഗമോ നരകമോ. രണ്ടു വശങ്ങളാണ് നമ്മൾ കാണുന്നത്. രാജാവ് വലതുഭാഗത്ത് ചെമ്പരിയാടുകളും ഇടതുഭാഗത്ത് കോലാടുകളും. ഇടതുഭാഗത്ത് നിന്നുള്ളവരോട് കർത്താവ് പറയുന്നുണ്ട്, ശപിക്കപ്പെട്ടവരെ എന്നിൽ നിന്നും അകന്നു പോകുവേ.
കർത്താവിൻ്റെ പരാതി ഇതാണ്: ഞാൻ വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നില്ല; ഞാൻ ദാഹിച്ചു, കുടിക്കുവാൻ തന്നില്ല; പരദേശിയായി സ്വീകരിച്ചില്ല; നഗ്നനായിരുന്നു, ഉടുപ്പിച്ചില്ല; രോഗിയായി സന്ദർശിച്ചില്ല; കാരാഗൃഹത്തിലായിരുന്നു, എൻ്റെ അടുത്ത് വന്നില്ല. ഇടതുഭാഗത്തുള്ളവരോട് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: അവർ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്റെ പ്രവൃത്തികളെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല എന്നതാണ് അവരുടെ കുറ്റം. ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇടതുഭാഗത്തു നിന്നവർ തിന്മ ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അവർ തീർച്ചയായും ചെയ്യേണ്ട നന്മ ചെയ്യാതിരുന്നത് കൊണ്ടാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ തിന്മ ചെയ്യാത്തവരായിരിക്കാം. ഞങ്ങൾ തിന്മയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നന്മ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. നന്മകളൊക്കെ, ചെയ്യേണ്ടതായ നന്മകൾ ചെയ്യാതിരിക്കുന്നതും പാപമാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവർ കരുതിയത് യേശുവിനെ അവർ ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ്. അവർ ചോദിക്കുന്നുണ്ട്: നിന്നെ ഞങ്ങൾ എങ്ങനെയാണ്, എപ്പോഴാണ് നിങ്ങൾ കണ്ടത്? കർത്താവ് മറുപടി പറയുന്നുണ്ട്: ഏറ്റവും എളിയ സഹോദരന്മാരിൽ മുഖാഭിമുഖം വന്നപ്പോഴൊക്കെ അവർ യേശുവിനെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സഹോദരന്മാരിൽ നിന്നുമൊക്കെ അകന്നിരിക്കുമ്പോഴും അവർക്ക് ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരിക്കുമ്പോഴും നമ്മൾ ക്രിസ്തുവിനെയാണ് അവഗണിക്കുന്നതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. 7 ശാരീരികമായ കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഈ കാരുണ്യ പ്രവൃത്തികൾ. ശരീരത്തിൻ്റെ ആന്തരികമായ ആവശ്യങ്ങൾ, ഉദാഹരണം ആഹാരം, ജലം. ബാഹ്യമായ ആവശ്യങ്ങളുണ്ട്: വസ്ത്രം, പാർപ്പിടം. ശാരീരികമായ സഹനങ്ങളുണ്ട്: രോഗം, മരണം. ഇതിന് കൂടെ തന്നെ ഉള്ള കാര്യങ്ങളാണ് 7 ശാരീരികമായ കാരുണ്യ പ്രവൃത്തികളുണ്ട്. വിശക്കുന്നവന് ആഹാരം നൽകുന്നത്, ദാഹിക്കുന്നവന് കുടിക്കുവാൻ കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുന്നത്, പരദേശികളെ സ്വീകരിക്കുന്നത്, രോഗികളെ ശുശ്രൂഷിക്കുന്നത്, കാരാഗൃഹവാസികളെ സന്ദർശിക്കുന്നത്, മൃതരെ സംസ്കരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെയുള്ള മറ്റ് 7 ആത്മീയമായ കാരുണ്യ പ്രവൃത്തികളുണ്ട്. ആത്മീയമായിട്ട് നമ്മൾ ചെയ്യേണ്ട 7 കാരുണ്യ പ്രവൃത്തികളുണ്ട്. ഒന്നാമതായിട്ട് സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത്, അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്, തെറ്റു ചെയ്യുന്നവരെ തിരുത്തുന്നത്, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്, ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്, അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്, ജീവിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നീ വിശക്കുന്നവനാണോ? നിന്നിൽ യേശുവും വിശക്കുന്നുണ്ട്. സഹോദരനിൽ നമ്മൾ വിശക്കുന്നവനെ കാണുമ്പോൾ, ദാഹിക്കുന്നവനെ കാണുമ്പോൾ, വസ്ത്രമില്ലാത്തവനെ നമ്മൾ കാണുമ്പോൾ യേശുവിനും ഇത് സമാനമായിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ യേശുവിൻ്റെ മാംസരക്തങ്ങളാണ്. ക്രിസ്തുവിൻ്റേത് മാറി നിന്നുള്ള ഒരു മരണമല്ല. ക്രിസ്തുവിൻ്റേത് സഭാമക്കളിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ മക്കളിൽ നിന്നുമൊക്കെ മാറി നിന്നുകൊണ്ട് അവരെ ഭരിക്കുന്ന സ്വഭാവമല്ല. അങ്ങനെ എല്ലാവരെയും മേൽ സ്വേച്ഛാധിപത്യം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ഭരണമല്ല. മറിച്ച് എളിയവരുടെയും നൊമ്പരം അനുഭവിക്കുന്നവരുടെയും ഒക്കെ ഭാഗമായിട്ട് മാറി അവരോട് കൂടെ ജീവിക്കുന്ന ഒരു ഭരണമാണ് ക്രിസ്തുവിൻ്റേത്. നമ്മുടെ എല്ലാം ഭരണങ്ങൾ പലപ്പോഴുമൊക്കെ മറ്റുള്ളവരെ അഴിച്ചേൽപ്പിക്കുവാനും അവരെ ഭരിക്കുവാനും ആധിപത്യം സ്ഥാപിക്കുവാനുമൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ നിന്നും അകന്നു പോവുകയാണ്. ക്രിസ്തുവിൻ്റെ ഭരണം എന്ന് പറയും, രാജ്യം എന്ന് പറയുന്നത് എളിയവരുടെയും പീഡനം അനുഭവിക്കുന്നവരുടെയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുടെയും കൂടെ ജീവിച്ചുകൊണ്ട് മാംസരക്തങ്ങളായി ഒരേ മനസ്സും ഒരു ഹൃദയവുമായി ജീവിക്കുന്നവരുടെ ഒരു രാജ്യമാണ്. അതാണ് ക്രിസ്തുവിൻ സമാധാനത്തിന്റെ രാജ്യമെന്ന് പറയുന്നത്. നമ്മുടെ നേടിയ വിജയങ്ങളും
നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം നമ്മൾ നേടിയ വിജയങ്ങളെക്കാളും നമ്മളെ കൂടുതലായിട്ട് നമ്മളെ സമൂഹവും ദൈവവും ഒക്കെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ ചെയ്യാതെ പോയ നന്മകളാണ്. നമ്മൾ നേടിയ ജയങ്ങൾ, നമ്മൾ നേടുവാൻ പോകുന്ന വിജയങ്ങളൊക്കെ ചെറുതാണ്. പക്ഷേ നമ്മൾ ചെയ്യുവാൻ മറന്നു പോകുന്ന നന്മകൾ അതെത്രയോ വലുതാണെന്ന് മനസ്സിലാക്കുക. നമ്മളൊക്കെ അന്ത്യവിധിയിൽ വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മൾ ചെയ്യാതെ പോയ ചില നന്മകൾ പ്രതിയായിരിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കാം. കൂടുതലായിട്ട് നന്മകൾ പ്രദർശിപ്പിക്കുവാനും ആഴത്തിലുള്ള സ്നേഹവും കാരുണ്യവും പ്രദർശിപ്പിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സകല ജനങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ രാജാവായ ദൈവമേ, സ്വർഗീയ പാതയിലേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഇന്നിന്റെ ആവശ്യതയനുസരിച്ച് സഭയെ നയിക്കുവാൻ വേണ്ട എല്ലാ കൃപാവരങ്ങളും നൽകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ മനോത്ഭവ മാതാവിന്റെ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടവക മക്കളെയും ഇതിന് നേതൃത്വം വഹിക്കുന്ന വൈദിക ശ്രേഷ്ഠരെയും ശുശ്രൂഷകരെയും പ്രസിഡന്റിന്റെയും കുടുംബത്തെയും നേതൃത്വം നൽകുന്ന മരിയൻ ഗ്രൂപ്പ് അംഗങ്ങളെയും തിരുനാളിനായി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തനങ്ങളെ ഫലവത്താക്കണമേ. നല്ല കാലാവസ്ഥ നൽകണമേ. ഞങ്ങളുടെ ആശ്രയമായ മാതാവിനെ കണ്ടു വണങ്ങാനും അനുഗ്രഹം ഉണ്ടാകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ സ്നേഹപരിപാലനയ്ക്കായി സമർപ്പിക്കുന്നു. കുടുംബത്തിന്റെ പരിശുദ്ധിക്കും കെട്ടുറപ്പിനും ഭംഗം വരാതെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അങ്ങിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്ക് ദിവ്യവൈദ്യനായ ദൈവമേ, ലോകം മുഴുവനും കോവിഡ് എന്ന മഹാമാരിയാൽ ക്ലേശിക്കുകയാണ്. രോഗത്താലും ദാരിദ്ര്യത്താലും ഏകാന്തതയാലും കഷ്ടത അനുഭവിക്കുന്നവരെയും ആരും സഹായത്തിനല്ലാതെ വിഷമിക്കുന്നവരെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരുടെ അവസ്ഥയിൽ അങ്ങ് സാന്ത്വനമായി സഹായമായി എന്നും കൂടെ ഉണ്ടാകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവനും പുനരുദ്ധാനവുമായി ദൈവമേ, അങ്ങേ തിരുമുഖം ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് അങ്ങേ പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്ത ആത്മാക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ അവർ ചെയ്ത എല്ലാ അപരാധങ്ങളും ക്ഷമിച്ചുകൊണ്ട് സ്വർഗീയാനന്ദം അനുഭവിക്കുവാൻ അവരെ യോഗ്യരാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അല്പസമയം മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിന് ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ.
സഹോദരന്റെ നിങ്ങളുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്വീകരണമേക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മാനവംശത്തെ അങ്ങയോട് രമ്യതപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്കർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവം നന്ദി പ്രകാശിപ്പിക്കാം. അതിശിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും ആണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിത്യപുരോഹിതനും സർവ്വലോകത്തിൻ്റെയും രാജാവുമായി ആനന്ദതൈലം കൊണ്ട് അങ്ങ് അഭിഷേകിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ കുരിശിൻ്റെ അൽത്താരയിൽ നിർമ്മലവും സമാധാനദായകവുമായ ബലിയർപ്പിച്ചുകൊണ്ട് മാനവ പരിത്രാണത്തിൻ്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവ്വ സൃഷ്ടിജാലങ്ങളെയും തൻ്റെ അധികാരത്തിന് കീഴിലാക്കി അങ്ങേ മഹാമഹിമയ്ക്കായി സത്യത്തിൻ്റെയും ജീവന്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസുരന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായും സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മനുഗണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ തൊറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മക്കളെ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടും ഒത്ത സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശകൾ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേ. ിൻ
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിനെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരായ നാം ഭാഗ്യവാന്മാർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
അറിയിപ്പുകൾ. പ്രത്യേകമായിട്ടും നമ്മുടെ ആശ്രമ ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ നാം ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വെള്ളിയാഴ്ച 27-ാം തീയതി വൈകിട്ട് ഒരുക്കമായിട്ടുള്ള നൊവേന നാം ആരംഭിക്കുകയാണ്. ഈ ദിനങ്ങളിലൊക്കെ പ്രത്യേകം നാം പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് തുടർന്നു കൊണ്ടുപോകാം. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇവയെല്ലാം നമുക്ക് ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ഈ തിരുനാൾ ആഘോഷം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് 27-ാം തീയതി വൈകിട്ട് വെള്ളിയാഴ്ച നൊവേന ആരംഭിക്കുന്നു. ഡിസംബർ 2 മുതൽ 8 വരെയാണ് നമ്മുടെ തിരുനാൾ ദിനങ്ങൾ. ഓർക്കുക, നമ്മൾ ഈ വർഷം നോട്ടീസ് അങ്ങനെ എല്ലാ ഭവനങ്ങളിലേക്കും എത്തിക്കുന്നില്ല. നേരെ മറിച്ച് നമുക്കറിയാം, നമ്മുടെ കുടുംബ യൂണിറ്റുകൾ വഴിയാണ് എല്ലാ വിവരങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നാം എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാ കുടുംബങ്ങളിലേക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ, നമ്പറിലൂടെ നിങ്ങൾക്ക് തിരുനാളിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഈ കുർബാനയ്ക്ക് ശേഷം. അപ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കുക, നോക്കുക ഏതൊക്കെ ദിനങ്ങളിലാണ് പ്രത്യേകമായ കാര്യങ്ങളുള്ളത്. അവ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഒരുമിച്ചായിരിക്കാം നമുക്ക് ഈ ദിനങ്ങളിലൂടെ. പ്രത്യേകം പ്രാർത്ഥനയിൽ നമുക്ക് ബന്ധപ്പെടാം. ഓൺലൈൻ നിശ്ചിതമായ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് നിശ്ചിതമായ അംഗങ്ങളുടെ പ്രവേശനത്തോടെ ആയിരിക്കും നമ്മുടെ എല്ലാ തിരുക്കർമ്മങ്ങളും നടത്തപ്പെടുക എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം നാം നടത്തേണ്ടിയിരുന്ന പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. 70-ൽ കൂടുതൽ കുട്ടികൾ ഈ വർഷം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് സാധിച്ചിട്ടില്ല. അടുത്ത വർഷത്തേക്ക് പുതിയ രജിസ്ട്രേഷൻ വരുന്നത് തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് 2 കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്പം ബുദ്ധിമുട്ടായി പോകും. ഈ വർഷം അതുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ. അടുത്ത വർഷം ആദ്യ വാരത്തിൽ തന്നെ അല്ലെങ്കിൽ 2ാമത്തെ വാരത്തിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പ്രത്യേകമായിട്ട് ഓർക്കുക, 70-ൽ കൂടുതൽ കുട്ടികളുണ്ട്. ഇത് നടത്തപ്പെടുന്നത് 6 വ്യത്യസ്തമായ ഗ്രൂപ്പുകളിലൂടെയായിരിക്കും. 12 കുട്ടികൾ വീതമായിരിക്കും പ്രഥമ ദിവ്യകാരുണ്യം വ്യത്യസ്തമായ ദിനങ്ങളിൽ സ്വീകരിക്കുന്നത്. 12 കുട്ടികൾ വീതം 6 ഗ്രൂപ്പുകളാകുമ്പോൾ 6 ഞായറാഴ്ചകൾ, പ്രത്യേകമായിട്ട് ഓർക്കുക, 6 ഞായറാഴ്ചകൾ പ്രത്യേകമായി 8 മണിക്ക് ഈ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ടിയുള്ള ദിവ്യബലി നമുക്കിവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളും കാര്യങ്ങളുമൊക്കെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് വാട്സാപ്പ് മുഖേന എല്ലാ വിവരങ്ങളും അറിയിക്കുന്നതാണ്. കാറ്റഗിസം ടീച്ചേഴ്സ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. ടൈം ടേബിളെല്ലാം പൂർണ്ണമായിട്ടും ഫിക്സ്ഡാണ്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ എല്ലാവരുടെയും വാട്സാപ്പ് നമ്പറിലേക്ക് അവരുടെ വിശദ വിവരങ്ങൾ എത്തുന്നതാണെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമുക്കൊരുങ്ങാം ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. വലിയ ഒരു കാര്യം നാം ഏറ്റെടുക്കുകയാണ് ഈ ദിനങ്ങളിലൂടെ. വീണ്ടും ഇടവകയ്ക്ക് ആവശ്യമായ, ഇടവകയിലെ വിശ്വാസം വളരുന്നതിനാവശ്യമായ ഈ കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടത്തുവാനായി നാം പരിശ്രമിക്കുമ്പോൾ നമുക്ക് പരസ്പരം സഹകരിക്കാം. എത്തേണ്ടിടങ്ങളിൽ എത്തുവാനും എത്താൻ പാടില്ലാത്തിടങ്ങളിൽ എത്താതിരിക്കുവാനും, ദൂരങ്ങളിലായിരുന്ന് പങ്കുചേരേണ്ടവയിൽ പങ്കുചേരുവാനും സമീപത്തായിരുന്ന് പങ്കുചേരേണ്ടവയിൽ പങ്കുചേരുവാനുമായിട്ട് കൃത്യതയോടുകൂടി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടിയൊക്കെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി 2 കാര്യങ്ങൾ ഓർക്കുക. തിരുനാളിനൊരുക്കമായിട്ടുള്ള നൊവേന അടുത്ത വെള്ളിയാഴ്ച 27-ാം തീയതി നാം ആരംഭിക്കുന്നു, ദിവ്യബലിയും നൊവേനയും. അതോടൊപ്പം തന്നെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിനായുള്ള ഒരുക്കങ്ങളും നാം ഈ ദിനങ്ങളിൽ തന്നെ ആരംഭിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം നിറഞ്ഞ ഏറ്റവും നല്ല ഒരു ഞായറാഴ്ച ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടത്തോടു കൂടെ സ്വർഗരാജ്യത്തിൽ
നിത്യമായി ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് ഞങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ഈ ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നമ്മുടെ സെമിത്തേരിയുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.